കൊലപാതകം നടന്ന വീട് മ്യൂസിയമാക്കി മാറ്റിയ ഒരു സംഭവത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ സംഭവം സത്യമാണ്. സ്കിപ്പിയല്ലി പറഞ്ഞുതരാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ഇതുപോലത്തെ ഡാർക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 1912 അമേരിക്കയിലെ വില്ലിസ്കയിലാണ് സംഭവം നടക്കുന്നത്. ജോസിയും സാറയും അവരുടെ 4 മക്കളുമായിരുന്നു ഈ ഒരു വീട്ടിൽ താമസിച്ചു വന്നിരുന്നത്. വളരെയധികം ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു ഇത്. ദിവസേന പള്ളിയിൽ പോവുകയും അവിടുത്തെ എല്ലാതര പ്രാർത്ഥനകളിൽ ഏർപ്പെടുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം പള്ളിയിൽ നിന്ന് മടങ്ങുമ്പോൾ അവരുടെ 2 കുട്ടികളുടെ സുഹൃത്തുക്കളും അവരോടൊപ്പം അവരുടെ വീട്ടിലേക്ക് വന്നു. അടുത്ത ദിവസം ഈ ഒരു കുടുംബത്തിൽ നിന്ന് ആരും പള്ളിയിലേക്ക് എത്തിയില്ല. സംശയം തോന്നിയ അയൽവാസികൾ വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോൾ കാണുന്ന കാഴ്ച ചോരയിൽ കുളിച്ചു കിടക്കുന്ന 8 മൃതദേഹങ്ങളാണ്. ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഇവർ 8 പേരും ഉറങ്ങുമ്പോൾ ചുറ്റിക പോലുള്ള മാരകമായ ആയുധം ഉപയോഗിച്ചാണ് തലയ്ക്കടിയേറ്റ് മരണപ്പെട്ടതെന്ന് കണ്ടെത്തി. പക്ഷേ ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് ഇന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നീട് ഈ വീടിന്റെ ഉടമസ്ഥൻ ഇതൊരു മ്യൂസിയം ആക്കി മാറ്റുകയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള കമന്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക.